എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മുഴുവനും കേൾക്കണം. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ചില പ്രധാന കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് അവസാന ഭാഗം എന്ന് പറയുന്നത് അതിനു മുൻപായി കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഇതിനോടനുബന്ധിച്ചാണ് ഇത് അവസാന ഭാഗത്തേക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നത്. അതുകൊണ്ട് നിങ്ങളിത് മുഴുവൻ കേൾക്കുന്നതാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാവുന്നത്. ഇറാൻ വെള്ളിയാഴ്ച ഒരു കപ്പലിനെ ആക്രമിച്ചതിന് ശേഷം വീണ്ടും ഇന്നലെ ഹോർമുസ് കടക്കാൻ ശ്രമിച്ച ഒരു പനാമ കപ്പലിന്റെ നേർക്ക് ആക്രമണം നടത്തിയതിന് പിന്നാലെ അമേരിക്ക ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചതോടെ യുദ്ധം വീണ്ടും സജീവമാവുകയാണ്. ഇതോടെ ഇവർ തമ്മിലുണ്ടാക്കിയ കരാർ ഏതാണ്ടൊക്കെ ഇപ്പോൾ പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പോർവിളിയും യുദ്ധവുമായി ഇരു കൂട്ടരും മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇറാഖാണ്. സദ്ദാം ഹുസൈന്റെ ഭരണകാലത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സമ്പന്നവും ആധുനിക ജീവിതം നയിച്ചിരുന്നവരുമായ ഇറാഖി ജനത ഇന്ന് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ദരിദ്രരാണ്. ഇറാഖിന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടത്തിയ പാശ്ചാത്യ ക്രൂരതയുടെ എല്ലാ തലവും അനുഭവിച്ച് നീരെടുത്ത ഒരു പഴത്തിന്റെ ചണ്ടി പോലെ ജീവിച്ചു മരിക്കുന്നവരാണ് ഇപ്പോഴത്തെ ഇറാഖിലെ ജനത എന്ന് നമ്മൾ അറിയണം. ഇറാഖിൽ ഇപ്പോൾ ഒരു ഭരണകൂടം ഉണ്ടെങ്കിലും രാജ്യം മുഴുവനും ഈ ഭരണത്തിന് കീഴിലല്ല മുന്നോട്ട് പോകുന്നത്. ബാഗ്ദാദും തെക്കൻ ഷിയ ഭൂരിപക്ഷ പ്രവിശ്യകളും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണെങ്കിലും ഇറാൻ അനുകൂല ഷിയ സായുധ സംഘങ്ങൾക്കും ഇവിടെ ശക്തമായ സ്വാധീനമുണ്ട് എന്നറിയണം. പിന്നെ ഇറാഖിലെ കുർദിസ്ഥാൻ സ്വന്തം പാർലമെന്റും സർക്കാരും സുരക്ഷാ സേനയ പെഡ്മാർഗയുമുള്ള സ്വയംഭരണ മേഖലയാണ്. അപ്പോൾ തന്നെ ഈ രാജ്യത്ത് രണ്ട് സർക്കാരായി. പിന്നെ പശ്ചിമ വടക്ക് കിഴക്കൻ സുന്നി പ്രദേശങ്ങൾ മുമ്പ് ഇസ്ലാമിക സ്റ്റേറ്റായ അല്ലെങ്കിൽ IS ആണ് നിയന്ത്രിച്ചിരുന്നതെങ്കിലും ഇവന്മാരെല്ലാം തല്ലി ഒഴിച്ചുകൊണ്ട് ഇന്ന് ഇറാഖ് സർക്കാരിന്റെ കീഴിലുള്ള സൈന്യവും സുരക്ഷാ സേനയും ഇവിടെ പിടിച്ചെടുത്ത് ഇവരുടെ കീഴിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടങ്ങളിൽ ഇപ്പോഴും ISന്റെ ഒരു വിഭാഗം വലിയ തോതിൽ ആക്രമണം നടത്തുന്നുണ്ട്. അവർക്ക് ആ ഭാഗങ്ങളിലൊക്കെ വലിയ സ്വാധീനവുമുണ്ട്. അതുകൊണ്ട് അവിടേക്കൊന്നും ഇറാഖ് സർക്കാരിന് അടുക്കാൻ കഴിയില്ല. പിന്നെ അടുത്തത് PMF അല്ലെങ്കിൽ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് ആണ്. ഈ സംഘടന ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. അപ്പോൾ ഇവരേറെയുള്ള ഈ പ്രദേശങ്ങൾ അവരുടെ നിയന്ത്രണത്തിലാണ്. ഇങ്ങനെ പല സായുധ സംഘങ്ങളാണ് രാജ്യം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ തമ്മിൽ ഏറ്റുമുട്ടാനുള്ള സാധ്യത വളരെ അധികമായതുകൊണ്ട് കൂട്ടക്കുരുതിയും യുദ്ധങ്ങളുമൊക്കെ വളരെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രവിശ്യയിലുള്ളവൻ വഴിതെറ്റി അടുത്ത പ്രവിശ്യയിലേക്ക് കടന്നാൽ പോലും ഒരുപക്ഷെ ഇവന് തിരിച്ചുപോക്കുണ്ടാവില്ല. 2013 ഇറാഖിലെ സദ്ദാം ഹുസൈൻ ഗവൺമെന്റിനെ അട്ടിമറിക്കുകയും സദ്ദാമിനെ പിടികൂടി തൂക്കിക്കൊല്ലുകയും ചെയ്യുന്ന അവസരത്തിൽ സദ്ദാം അമേരിക്കയോട് പറഞ്ഞത് അറബികളുടെ മനസ്സ് നിങ്ങൾക്ക് പിടികിട്ടില്ല എന്നാണ്. അതിപ്പോൾ ശരിയായി വരികയാണ്. ഈ സദ്ദാം ഹുസൈനെ പിടികൂടിയത് മുതൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ വേരിളകാൻ തുടങ്ങി എന്ന് പറയുന്നതാണ് ശരി. അറബികൾ കൊല്ലാനും ചാവാനും മടിയില്ലാത്തവരാണ്. അവരെന്ത് ചെയ്യും, എപ്പോൾ ചെയ്യും എന്ന് ആർക്കും അല്ലെങ്കിൽ അവർക്ക് പോലും യാതൊരു നിശ്ചയവുമില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ബ്രിട്ടനും ഫ്രാൻസിനും ഒപ്പം മിഡിൽ ഈസ്റ്റിൽ സ്വാധീനമുണ്ടായിരുന്ന അമേരിക്ക അവരെല്ലാം ഇവിടെ നിന്നും പിന്തിരിഞ്ഞിട്ടും അമേരിക്ക മാത്രം അവിടെ നിന്നും പോകാതെ തൂങ്ങിക്കിടക്കുകയായിരുന്നു, അല്ലെങ്കിൽ പിടിച്ചു വെറ്റി കിടക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ അരനൂറ്റാണ്ടിലധികമായി മിഡിൽ ഈസ്റ്റിലെ അറബികളെ ഭയപ്പെടുത്തിയും ആക്രമിച്ചും അവരിൽ നിന്നും പണം വസൂലാക്കി ശക്തമായി അമേരിക്ക അവിടെ നിലയുറപ്പിക്കാനുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് 80 വർഷത്തിലധികമായി മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ഉണ്ട് എന്ന് വേണം പറയാൻ. അതിൽ 50 കൊല്ലത്തിലധികമായി അവർ ഈ മിഡിൽ ഈസ്റ്റ് മൊത്തമായി അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏതാനും കുറഞ്ഞ മാസങ്ങളായിട്ട് അമേരിക്കയുടെ വേരിറക്കുന്ന അന്തിമ ഘട്ടത്തിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്നും അവരിപ്പോൾ എല്ലാം പറിച്ചുകൊണ്ട് പോകുന്ന ഒരു തുടക്കം ആയിട്ടുണ്ട്. ഏറെ താമസിയാതെ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇറാൻ അമേരിക്കയെ പൂർണ്ണമായും തന്നെ പറിച്ചെറിയും എന്ന കാര്യവും ഉറപ്പ് തന്നെയാണ്. എന്നാൽ അമേരിക്കയ്ക്ക് പണം കൊടുത്തിട്ടാണെങ്കിൽ പോലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ രാജകുടുംബങ്ങൾ സുരക്ഷിതരായിരുന്നു എന്ന് വേണം പറയാൻ. അമേരിക്ക ഇവിടം വിടുന്നതോടെ അവർക്ക് ഈ സുരക്ഷിതത്വം നഷ്ടപ്പെടുകയാണ്. അതിപ്പോൾ ഇറാന്റെ കയ്യിലേക്ക് സ്വമേധയാ വന്നു ചേരുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വഷളാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ രാജകുടുംബങ്ങൾ എന്ന് പറയുന്നത് UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ എല്ലാവരും ഭരിക്കുന്ന ഓരോരോ കുടുംബങ്ങളാണ്. ഒരാളുടെ അവിടുത്തെ രാജാക്കന്മാരും. അപ്പോൾ ഇവരെല്ലാവരും ഏത് നിമിഷവും അട്ടിമറിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഏറി വരുന്നുണ്ട്. ആ ഒരു ഭയം അവരുടെ ഉറക്കം വല്ലാതെ കെടുത്തുന്നുമുണ്ട് കേട്ടോ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ ഊഴം UAEക്ക് തന്നെയായിരിക്കും എന്ന് എടുത്തു പറയേണ്ടതുണ്ട്.
കാരണം ഇറാനും യു എയും തമ്മിൽ കാര്യമായ അടുപ്പമൊന്നുമില്ല. യു എക്ക് ഇസ്രയേലുമായിട്ടാണ് കൂടുതൽ അടുപ്പം. ഈ അബ്രഹാം കരാറിൽ ഒപ്പുവെച്ചത് കൊണ്ടാണ് യു എക്ക് ഇസ്രയേലിനെ വിടാൻ കഴിയാത്തത്. അവർക്കിപ്പോഴും ഇസ്രയേലിനെയും അമേരിക്കയ്ക്ക് ഭയമാണ്. അവരുടെ സൗഭാഗ്യങ്ങളെല്ലാം ഇസ്രയേലെങ്ങാനും കയറി അടിച്ച് തകർക്കുമോ എന്നൊരു വല്ലാത്ത ഉൾഭയം അവരുടെ ഉള്ളിലുണ്ട്. എന്നാൽ അതൊക്കെ ഏതാനും മാസങ്ങൾ കൊണ്ട് മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇസ്രയേലിനൊന്നും ഇനി മിഡിൽ ഈസ്റ്റിലേക്ക് കയറി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവരിനി ഇറാനെ ആശ്രയിക്കാതെ തരമില്ല എന്ന് വന്നിരിക്കുകയാണ്. ഇറാൻ ചോദിക്കുന്ന പണം കൊടുത്തുകൊണ്ട്, അതല്ലെങ്കിൽ ഇറാന്റെ ആധിപത്യം അംഗീകരിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ യു എ മറ്റു രാജ്യങ്ങളെപ്പോലെ തുടരേണ്ടി വരും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ അബ്രഹാം കരാറിൽ നിന്നും യു എ സ്വമേധയാ പിന്മാറേണ്ടി വരും. ഇവർ ഒരു വല്ലാത്ത കുരുക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഇസ്രയേലിനെയും മടക്കാൻ മേല, ഇറാനെയും മടക്കാൻ മേല. അങ്ങനെ ഒരു വല്ലാത്ത ഘട്ടത്തിലാണ് ഇപ്പോൾ യു എ ഉള്ളത്. അവർ ഇതുവരെ സമ്പാദിച്ചു കൂട്ടിയ സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെടുമോ എന്നൊരു ഭീതി അവർക്കുണ്ട്. അത് മാത്രമല്ല, ഈ രാജകുടുംബം തന്നെ അട്ടിമറിക്കപ്പെടുകയോ എന്ന കാര്യത്തിലും സംശയം നിലനിൽക്കുകയാണ്. ഞാനിതിപ്പോൾ പറയാൻ കാരണം, ഇറാഖിൽ ചില അസാധാരണ നീക്കങ്ങൾ ഇന്ന് വെളുപ്പിനെ മുതൽ ഉണ്ടായിട്ടുണ്ട്. പ്രസിഡന്റായ അബ്ദുൽ ലത്തീഫ് റഷീദ് കൂടാതെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയായ മുഹമ്മദ് ഷിയ അൽ സുഡാനിയുടെയും മറ്റു മന്ത്രിമാരുടെയും വസതികളുള്ള ബാഗ്ദാദിലെ ഗ്രീൻ സോണിലേക്ക് വൻതോതിൽ ടാങ്കുകളും സൈനികരും എത്തിയതാണ് ഭരണകൂട അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന സംശയത്തിന് ഇപ്പോൾ ബലം കൂട്ടുന്നത്. എന്നാൽ അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട ചില മന്ത്രിമാരെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും പിടികൂടാൻ വേണ്ടിയാണ് സൈന്യം എത്തിയത് എന്ന് ഔദ്യോഗിക വിശദീകരണം ഉണ്ടാകുമ്പോൾ, ഇവരെ പിടികൂടാൻ ഇത്രയധികം സന്നാഹം എന്തിനെത്തി എന്ന ഒരു ചോദ്യമാണ് ഉണ്ടാകുന്നത്. ഇതൊരു സൈനിക അട്ടിമറി തന്നെയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. എന്നാൽ ഇതുവരെ വിശ്വസനീയമായ ഒരു സ്ഥിരീകരണമൊന്നും എങ്ങൊന്നും ഉണ്ടായിട്ടില്ല. ബാഗ്ദാദിലെ ഗ്രീൻ സോണിന് നേരെ ഇതിനു മുമ്പും പലതവണ ഡ്രോണുകളും റോക്കറ്റുകളും ആക്രമണം നടത്തിയത് കൊണ്ടാണ് സൈനിക അട്ടിമറി തന്നെയാണ് എന്ന് സംശയിക്കപ്പെടുന്നത്. ഇറാൻ, അമേരിക്ക, ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിനിടെ ഇറാഖ് നിൽക്കുന്നത് ഒരു നിർണായക സ്ഥാനത്താണ്. അതുകൊണ്ട് ഇറാഖിന് പ്രാധാന്യം കൂടും. ഇത് പിടിച്ചെടുക്കുന്നത് ഇറാന് വലിയ ഗുണമാവും ചെയ്യുക. ഇറാഖിലെ അമേരിക്കൻ എംബസിക്കും അതുപോലെ അവരുടെ സൈനിക കേന്ദ്രങ്ങൾക്കും മറ്റു നയതന്ത്ര കേന്ദ്രങ്ങൾക്കും നേരെ കഴിഞ്ഞ മാസങ്ങളിലേക്ക് വലിയ തോതിൽ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവയെല്ലാം നടത്തിയത് ഇറാനെ അനുകൂലിക്കുന്ന, ഇറാനിൽ നിന്നും പണം വസൂലാക്കുന്ന ഇറാഖിലെ ചില പ്രത്യേക മിലിഷ്യകളാണ്. ഇത് അമേരിക്കയ്ക്ക് നന്നായിട്ടുണ്ട്. പക്ഷേ ഇവരെ ആരെയും പിടികൂടാനോ ഇവരെ ആക്രമിക്കാനോ ഒന്നും അമേരിക്കയ്ക്ക് കഴിയില്ല. എന്നിട്ടും അമേരിക്ക ഇറാഖിലെ പല ഭാഗത്തും കൊണ്ട് ബോംബിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവരിൽ നിന്നും വല്ലാത്ത ഒരു ഭീഷണി അമേരിക്കയ്ക്ക് ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് ഇറാഖിലെ സുരക്ഷ അമേരിക്ക ശക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കക്കാർ ഇറാഖ് വിട്ടുപോകണം എന്ന മുന്നറിയിപ്പ് സ്ഥിരമായി അമേരിക്ക നൽകിയിട്ടുമുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നിന്നും അമേരിക്കയെ പൂർണ്ണമായും തുടച്ചു നീക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ തകർത്തിട്ട് വേണം മുന്നോട്ട് പോകാനെന്ന് ഇറാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇറാഖ് കൈവശപ്പെടുത്താനും അവിടെ ഇറാന്റെ സ്വാധീനമുള്ള ഒരു ഭരണകൂടത്തെ നിയമിക്കാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരിക്കാം ബാഗ്ദാദിലെ ഇപ്പോഴത്തെ സൈനിക നീക്കങ്ങൾ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. അങ്ങനെയെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഓരോ രാജ്യങ്ങളിലും ഇതേ രീതിയിൽ സൈനിക നീക്കങ്ങൾ നടന്നാൽ അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടി വരില്ല. ഇറാൻ മിഡിൽ ഈസ്റ്റിനെ വിഴുങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.